ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും എന്തൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. ഇപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാട്ടമിയുടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഇടുവോ എന്നുള്ളൊരു കാര്യം. അപ്പൊ ഞാൻ ഇന്നലെ അനാട്ടമിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഫിസിയോളജിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ കഴിഞ്ഞ ഇയർ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ വീണ്ടും റീ അപ്ലോഡ് ആക്കിയതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അനാട്ടമിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഷോർട്ട് നോട്ട്സ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യം ചാപ്റ്റർ വൈസ് പറയാതെ ജസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് പറഞ്ഞു പോവാം. ഇത് ഞാൻ പഠിച്ച സമയത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് പറയാം, നിങ്ങൾ ഒരു പേപ്പറും പേന എടുത്തിട്ട് ഈ പറയുന്നതൊന്ന് എഴുതി പോവാ. അപ്പൊ ഈ പറയാൻ പോകുന്നതൊന്നും ഓർഡറിലൊന്നും അല്ല, ചാപ്റ്ററിന്റെ ഓർഡറിലൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ ജസ്റ്റ് എഴുതി വെച്ചേക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയുന്നേ ഉള്ളൂ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ആണ്. ഒന്നാമതായിട്ട് നിങ്ങൾ ബോൺസ് പഠിക്കുക. മസ്കുലോ സ്കെലറ്റൽ ചാപ്റ്ററിലാണ് അതുള്ളത്. എന്ന് പറയുമ്പോൾ ബോൺസിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അത് എസ് ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഷോർട്ട് നോട്ട് ആയിട്ടും ചോദിക്കാം. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് ടെസ്റ്റിസ്, അതുപോലെ തന്നെ ഓവറി, ഫലോപ്പിയൻ ട്യൂബ്, യൂട്രസ്, യൂറിനറി ബ്ലാഡർ. അപ്പൊ ഈ പറയുന്ന എല്ലാം എഴുതി പോവുക കേട്ടോ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട് ആണ്. അതുപോലെ തന്നെ കിഡ്നി, ഹാർട്ട്, സ്റ്റൊമക്ക്, സലൈവറി ഗ്ലാൻഡ്, ന്യൂറോൺ, ന്യൂറാൾജിയ, അതുപോലെ തന്നെ വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ, ലിംഫാറ്റിക് സിസ്റ്റം, സ്കിൻ, ഇയർ, ഐ, നോസ്, ഡിയോഡിനം, ഗ്ലാൻസ്, ടങ്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, ടൈപ്സ് ഓഫ് മസിൽസ്, സ്ട്രക്ചർ ഓഫ് മസിൽ, ബ്രസ്റ്റ്, ബ്രെയിൻ, സ്പൈനൽ കോഡ്, സെറിബ്രൽ കോർട്ടെക്സ്, സെൽ സൈക്കിൾ, സെൽ ഡിവിഷൻ, ലിവർ. അപ്പൊ ഇത് ഇത്രയാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. സോ ഇത് ഇത്രയും നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോവുക. അത്യാവശ്യം ഞാൻ ഇത് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ട് എന്റെ എക്സാമിന് പോയപ്പോൾ തന്നെ ഇതിൽ നിന്ന് തന്നെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബ്ലഡ് സപ്ലൈ ഓഫ് ഹാർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഈ പറയുന്നതിന്റെ ഉള്ളിൽ വരുന്ന ടോപ്പിക്സ് ഒന്നും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതില് ബ്രെയിനും സ്പൈനൽ കോഡിലും ഏതോ ഒരെണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം അനാട്ടമിയിലും ചോദിച്ചു, ഒരെണ്ണം ഫിസിയോളജിയിലും ചോദിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഓർക്കുന്നത് ചോദിച്ചതായിട്ട്. അപ്പം ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും പഠിക്കുക. ഓവർ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഐ തിങ്ക് ഫിസിയോളജിയിലായിരുന്നു തോന്നുന്നു ചോദിച്ചിട്ടുള്ളത്. സോ ഞാൻ ഇതിപ്പോ അനാട്ടമിയുടെ ആണ് പറഞ്ഞത്, പക്ഷെ ഇതൊക്കെ ഫിസിയോളജിയിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് ഇത്രയും നിങ്ങൾ ഉറപ്പായിട്ടും ആദ്യം തന്നെ നോക്കുക. ഇനി ഞാൻ ജസ്റ്റ് ചാപ്റ്റർ വെച്ചിട്ട് ജസ്റ്റ് സിലബസ് നോക്കിയിട്ട് എനിക്ക് അറിയാവുന്ന പോലെ പറഞ്ഞു പോവാം. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ഇതിലെ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞ ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട് ഫസ്റ്റ് യൂണിറ്റില്. അപ്പൊ അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും എക്സാമിന് MCQs വരാറുണ്ട്. അപ്പൊ നിങ്ങൾ അഡക്ഷൻ എന്താണ്, അബ്ഡക്ഷൻ എന്താണെന്നൊക്കെ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. അപ്പം അത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്ലാൻസ് ഇമ്പോർട്ടന്റ് ആണ്, സെൽ ഡിവിഷൻ ഇമ്പോർട്ടന്റ് ആണ്, ടിഷ്യൂ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ കാർട്ടിലേജ്, ഹൈലിൻ കാർട്ടിലേജ് ഒക്കെ എപ്പോഴും വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇതാണ് ഇമ്പോർട്ടന്റ്. പിന്നെ സ്കെലറ്റൽ, സ്മൂത്ത് ആൻഡ് കാർഡിയാക് മസിൽ, ഡിഫറൻസ് ബിറ്റ്വീൻ ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതെല്ലാം ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പം ഇതെല്ലാം പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എല്ലാം നോക്കുക. അതിന് ശേഷമാണ് ഇനി പറയുന്നത് നോക്കേണ്ടത്. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് സെമസ്റ്റർ സിസ്റ്റം തുടങ്ങിയത് 2021 2021 തൊട്ടിട്ട് ഇപ്പൊ നിങ്ങളുടെ ബാച്ച് വരെ ഏകദേശം ഒരു 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സെമസ്റ്ററിന് കിട്ടും. മിനിമം ആ ഒരു 3 ഇയറിലെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോകണം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കത്തില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും പാടില്ല. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഹെൽപ്ഫുൾ ആവും. സോ ഉറപ്പായിട്ടും അത് ഇത്രയും പഠിച്ചിട്ട് പോവുക. ഇനി സെക്കൻഡ് ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് സ്ട്രക്ചർ ഓഫ് ദ ഓർഗൻസ് ഓഫ് റെസ്പിറേഷൻ ആണ്. അപ്പൊ അതിൽ ഏത് വേണമെങ്കിലും വരാം, മൗത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ലങ്സ് വരെയുള്ള ഏത് വേണേലും വരാം. അപ്പൊ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഫാരിൻസ് നോക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാരിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലും വരുന്നുണ്ട്. സോ ഫാരിൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ലങ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ലങ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാരിൻസ് പഠിക്കണം, സലൈവറി ഗ്ലാൻഡ് പഠിക്കണം, ടങ് പഠിക്കണം. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതെല്ലാം നോക്കുക. അത് കഴിഞ്ഞിട്ട് മസിൽസ് ഓഫ് റെസ്പിറേഷൻ എന്നൊരു ടോപ്പിക് കിടപ്പുണ്ട്. അത് ശരിക്കും ഇമ്പോർട്ടന്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. സോ മസിൽസ് ഓഫ് റെസ്പിറേഷൻ ഉറപ്പായിട്ട് നോക്കുക. റിബ്സിന്റെയും ഡയഫ്രത്തിന്റെ ഒക്കെ മൂവ്മെന്റ് അതിൽ പറയുന്നുണ്ട്, അത് മസ്റ്റ് ആയിട്ട് നോക്കുക. അടുത്ത ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും അറിയാം
ഓർഗൻസ് ഉണ്ട്, ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല, പക്ഷെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് സ്റ്റൊമക് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈസോഫാഗസ് ഇമ്പോർട്ടന്റ് ആണ്, മൗത്ത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതെല്ലാം മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കുക. അടുത്തതായിട്ട് സർക്കുലേറ്ററി ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാർട്ട് ആണ്. സോ ഹാർട്ട് നിങ്ങൾ ബ്ലഡ് സപ്ലൈ ഓഫ് ദ ഹാർട്ട് പഠിക്കണം. രണ്ടെണ്ണത്തിന്റെ ബ്ലഡ് സപ്ലൈ ആണ് മെയിൻ ആയിട്ട് പഠിക്കണം. ഒന്ന് ഹാർട്ടിൽ നിന്നുള്ള ഈ ഒരു സർക്കുലേറ്ററി സിസ്റ്റം ചാപ്റ്ററിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം ചാപ്റ്ററിൽ നിന്ന് ബ്രെയിനിന്റെ ബ്ലഡ് സപ്ലൈ. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന രണ്ട് ബ്ലഡ് സപ്ലൈ ക്വസ്റ്റ്യൻസ്. സോ അതുപോലെ തന്നെ നിങ്ങൾ ഈ സർക്കുലേഷൻ, അതെനിക്കൊന്ന് ഫിസിയോളജിയിലാണ്, അതവിടെ കറക്റ്റ് ആയിട്ട് പഠിക്കണം. അത് സിസ്റ്റമിക് സർക്കുലേഷൻ, പൾമണറി സർക്കുലേഷൻ ഒക്കെ. സോ ഹാർട്ട് പഠിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നെർവ് ആൻഡ് ബ്ലഡ് സപ്ലൈ ടു ഹേർട്ട് എന്നാണ് കൊടുത്തിട്ടുണ്ട്. ചേംബേഴ്സ് ഓഫ് ഹേർട്ട് അതെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. അതുപോലെ തന്നെ വെയിൻസ് യൂസ്ഡ് ഫോർ IV ഇഞ്ചക്ഷൻ, അതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. സോ എൻഡോക്രൈൻ ഗ്ലാൻഡിൽ ശരിക്കും എല്ലാ ഗ്ലാൻഡ്സും ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോ അനാട്ടമിയിലായിക്കോട്ടെ ഫിസിയോളജിയിലായിക്കോട്ടെ എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും തൈറോയിഡ് ഗ്ലാൻഡ് പഠിക്കുക, അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പഠിക്കുക, ഹൈപ്പോതലാമസ് പഠിക്കുക, അഡ്രീനൽ ഗ്ലാൻഡ് പഠിക്കുക. ഇത്രയും മെയിൻ ആയിട്ട് ഈ 4 എണ്ണം. പിന്നെ പാൻക്രിയാസും കൂടെ, ഇത് ഇത്ര ഉറപ്പായിട്ടും പഠിക്കുക. തൈറോയിഡ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അഡ്രീനൽ ഗ്ലാൻഡ്. ഓക്കെ, ഞാനെല്ലാം പറഞ്ഞത് വിശ്വസിക്കുന്നു. നിങ്ങൾ എഴുതി പോവുക. അടുത്തതായിട്ട് സെൻസറി ഓർഗൻസ് ആണ്. സോ സെൻസറി ഓർഗൻസിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇയർ, ഐസ്, നോസ്, സ്കിൻ, ഏത് വേണമെങ്കിലും ചോദിക്കാം. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതും മാക്സിമം സമയം ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് പോവുക, ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഡിഫറൻസ് ബിറ്റ്വീൻ വരുമ്പോഴത്തേക്ക് തിൻ സ്കിന്നും തിക് സ്കിന്നും എപ്പോഴും ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റം. നമുക്കറിയാം മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റം എല്ലാവർക്കും ഭയങ്കര പാടായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബോൺസ് പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ എന്തോ പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റേണോക്ലീഡോമാസ്റ്റോയിഡ്, അതുപോലെ തന്നെ ഡെൽറ്റോയിഡ്, ഗ്ലൂട്ടിയൽ മസിൽ സംതിങ് എന്തോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, റെസ്പിറേറ്ററി മസിൽസ്. സോ അതൊക്കെ മെയിൻ ആയിട്ട് നോക്കിയിട്ട് പോവുക. നിങ്ങൾ ഉറപ്പായിട്ടും ക്ലാസിഫിക്കേഷൻ ഓഫ് ബോൺസ് എന്ന് പറയുമ്പോൾ ബോൺസ് നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ അടുത്തതായിട്ട് മസ്റ്റ് ആയിട്ട് നോക്കേണ്ടത് ജോയിന്റ്സ് ആണ്. ജോയിന്റ്സ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ജോയിന്റ്സ് മസ്റ്റ് ആയിട്ടും പഠിക്കണം. സൈനോവിയൽ ജോയിന്റ്, ഫൈബ്രസ് ജോയിന്റ്, അങ്ങനെ കൃത്യമായിട്ട് ചോദിക്കും. മസിൽസിൽ പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ പഠിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ വോളണ്ടറി മസിൽ, ഇൻവോളണ്ടറി, കാർഡിയാക് മസിൽ, നമുക്കറിയാം സ്കെലറ്റൽ മസിൽ. സോ അതിന്റെ എല്ലാം ഡിഫറൻസ് ബിറ്റ്വീൻ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം. എന്ന് പറയുമ്പോൾ സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, അതുപോലെ തന്നെ കാർഡിയാക് മസിൽ, ഇതിൽ ഏതാണ് ഇൻവോളണ്ടറി, വോളണ്ടറി എന്നൊക്കെ അറിഞ്ഞു വെക്കണം. MCQ ആയിട്ടും ചോദിക്കാറുണ്ട്. അതിനകത്ത് മറ്റേ ഡിസ്ക് ഒക്കെ വരുന്നത് ഏതിലാണെന്ന് ചോദിക്കാറുണ്ട്. സോ അതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോവുക. അടുത്ത റീനൽ സിസ്റ്റം ആണ്. റീനൽ സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് കിഡ്നി ആണ്. അതുപോലെ തന്നെ യൂറിനറി ബ്ലാഡർ, ഇതിൽ നമ്മൾ ട്രൈഗൺ ഒക്കെ പറയുന്നുണ്ട്. സോ യൂറിനറി ബ്ലാഡർ മസ്റ്റ് ആയിട്ടും പഠിക്കുക. അതുപോലെ തന്നെ യൂറീറ്റർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. സോ സമയം കിട്ടുന്ന പോലെ നോക്കുക. അടുത്ത റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് വരുമ്പോഴത്തേക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ടെസ്റ്റിസ് പഠിക്കുക. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇമ്പോർട്ടന്റ് ആണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഓവറി ഉറപ്പായിട്ടും എക്സാമിന് പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ റീനൽ സിസ്റ്റത്തിൽ യൂട്രസ് മസ്റ്റ് ആയിട്ടും പഠിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നെർവസ് സിസ്റ്റം ആണ്. നെർവസ് സിസ്റ്റത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ന്യൂറോൺസ്, ന്യൂറാൾജിയ പഠിക്കുക. അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഏതാണ്, പെരിഫറൽ നെർവസ് സിസ്റ്റം, അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിമ്പതറ്റിക്, പാരാസിമ്പതറ്റിക്, അത് ജസ്റ്റ് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ക്രേനിയൽ നെർവ്സ്, 1 തൊട്ട് 12 വരെ ക്രേനിയൽ നെർവ്സ് ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ക്രേനിയൽ നെർവ് 1 എന്ന് പറയുമ്പോൾ ഓൾഫാക്ടറി, ക്രേനിയൽ നെർവ് 2 എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്, 3 ഓക്കുലോമോട്ടോർ, സോ ട്രോക്ലിയർ, ട്രൈജെമിനൽ. ക്രേനിയൽ നെർവ്സ് കറക്റ്റ് ആയിട്ട് അതിന്റെ ഓർഡർ ഉണ്ട് 12 എണ്ണം. സോ 12 എണ്ണം പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. അതുപോലെ തന്നെ ബ്രെയിനിന്റെ ബ്ലഡ് സപ്ലൈ ഓഫ് ദ ബ്രെയിൻ, പിന്നെ ബ്രെയിൻ പഠിക്കുക, സ്പൈനൽ കോഡ് പഠിക്കുക. സോ ഇത് ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ മാക്സിമം ടൈം കിട്ടുന്ന പോലെ ഇതൊക്കെ പഠിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മസ്റ്റ് ആയിട്ടും കവർ ചെയ്തിട്ട് പോവുക. ഞാൻ പറയാൻ വിട്ടുപോയതിൽ അതിൽ പറഞ്ഞതാണെന്നും ജോയിന്റ്സ് നോക്കിയിട്ട് പോവുക. സോ ഇതൊക്കെ പഠിക്കുക. ഇനിയും സമയം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഉറപ്പായിട്ടും ഉള്ള സമയത്ത് മാക്സിമം പഠിക്കുക. ഉള്ള സമയം നമ്മൾ ടെൻഷൻ അടിച്ച് കളഞ്ഞിട്ടൊന്നും കാര്യമില്ല. വിചാരിച്ചാൽ നമുക്ക് ലാസ്റ്റ് മൊമെന്റിലും പഠിക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. നമ്മൾ സമയം കിട്ടുന്ന പോലെ റിപ്ലൈ ഇടുന്നതായിരിക്കും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.